So refrigeration means what? It is the process of maintaining a system at a temperature lower than that of the surrounding temperature. Example, the household refrigerator absorbs heat from the food products and releases this heat into the room where it is kept, and thus a constant temperature is maintained inside the refrigerator cabinet. The working fluid used in refrigeration system is known as refrigerant. So it is a process of maintaining a system. ഇവിടെ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദി നമ്മുടെ ഹൗസിലെ വീട്ടിലെ ഒരു റെഫ്രിജറേറ്ററാണ് ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ സിസ്റ്റം അറ്റ് എ ടെമ്പറേച്ചർ lower than that of the surrounding temperature. Okay, the example, the household refrigerator absorbs heat from the food products and releases this heat into the room where it is kept, and thus a constant temperature is maintained inside the refrigerator cabinet. The working fluid used in refrigeration system is known as refrigerant. അതായത് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ you can see a number of coils. So through that coil a fluid is passing. That fluid we will call it as refrigerant. Okay, അപ്പോൾ ആ റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഹീറ്റ് അതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അങ്ങനെ ആ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പർ ഫോമിലേക്ക് മാറും. പിന്നെ അത് കണ്ടൻസർ വഴി പാസ് ചെയ്യുമ്പോൾ പോലും ലിക്വിഡ് ഫോമിലേക്ക് ആയി മാറും. ഇങ്ങനെ അതൊരു സൈക്ലിക് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ജസ്റ്റ് റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ സിസ്റ്റം at a temperature lower than that of the surrounding temperature. Example, the household refrigerator absorbs heat from the food products and releases this heat into the room where it is kept, and thus a constant temperature is maintained inside the refrigerator cabinet. The working fluid is used in refrigeration system is known as refrigerant. Next, what is meant by refrigeration effect? Amount of heat which has to be removed from the surface to maintain at a temperature lower than that of the surrounding with 1 kg of refrigerant is called as refrigeration effect. 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചിട്ട് എത്രത്തോളം ഹീറ്റിനെ നമുക്ക് റെഫ്രിജറേറ്ററിൽ നിന്നും പുറന്തള്ളാം, അങ്ങനെ ഇൻസൈഡ് റെഫ്രിജറേറ്ററിലെ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാളും കുറവായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ആ പ്രോസസ്സാണ് റെഫ്രിജറേഷൻ എഫക്റ്റ്. അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സർഫസ് ടു മെയിൻറ്റെയിൻ അറ്റ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് വിത്ത് 1 kg ഓഫ് റെഫ്രിജറൻറ്റ്. വിത്ത് 1 kg ഓഫ് റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചിട്ട് എത്രത്തോളം ഹീറ്റിനെ നമുക്ക് പുറന്തള്ളാം, അതാണ് റെഫ്രിജറേഷൻ എഫക്റ്റ്. ഓക്കെ, അത് ഓരോ റെഫ്രിജറൻറ്റിനും ഓരോ അളവായിരിക്കും ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ അമോണിയ എന്ന് പറയുന്നത് അത് ഒരുതരം റെഫ്രിജറൻ്റാണ്, എയർ അത് മറ്റൊരു റെഫ്രിജറൻ്റാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോരോ റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഓരോരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ നമുക്ക് പുറത്തേക്ക് തള്ളാൻ പറ്റും. സോ എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സർഫസ് to maintain at a temperature lower than that of the surrounding temperature with 1 kg of refrigerant is called refrigeration effect. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇത് റെഫ്രിജറൻ്റാണ്. റെഫ്രിജറേറ്റർ ഇവിടെ ഒരു ഹോട്ട് ബോഡി, ഇവിടെ ഒരു കോൾഡ് ബോഡി. ഹോട്ട് ബോഡിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് കോൾഡ് ബോഡിയിലേക്ക് കൂളായിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ വാട്ടർഫോൾസ് നോക്കിയാൽ മതി. വാട്ടർഫോൾസ് നോക്കുമ്പോൾ വെള്ളം ഹൈ എലിവേഷനിൽ നിന്ന് ലോ എലിവേഷനിലേക്ക് പോകാൻ നമുക്ക് ആരും ഹെൽപ്പ് ആവശ്യമില്ല, അത് കൂളായിട്ട് പോയിക്കോളും. അങ്ങനെ താഴെ നിന്ന് മേലോട്ടേക്ക് പോകണ്ടെങ്കിലോ നമുക്ക് വി നീഡ് സം ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ അതേമാതിരി ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ആകും. ബട്ട് കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് പോകണ്ടെങ്കിലോ we need some external work. So refrigerator എന്ത് ചെയ്യുന്നു? റെഫ്രിജറേറ്റർ കോൾഡ് ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ റെഫ്രിജറേറ്റർ അബ്സോർബ് ചെയ്തിട്ട് ഹോട്ട് ബോഡിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന്
നമ്മളൊരു വർക്ക് റെഫ്രിജറേറ്ററിന് കൊടുക്കണം. ആ വർക്ക് ചിലപ്പോൾ ഇലക്ട്രിക്കൽ വർക്കാവാം. റെഫ്രിജറേറ്റർ നമ്മൾ ഇലക്ട്രിക്കൽ അല്ലേ ഒരു പ്ലഗിൽ കുത്തുന്നില്ലേ, എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ വർക്ക് മുഖേനയാണ് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ റെഫ്രിജറേറ്റർ കോൾഡ് ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ കൂടി അത് വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു വർക്കും ഈ ഒരു ക്യൂഎല്ലും കൂടി സമ്മ് ചെയ്യുമ്പോൾ ആ ഹീറ്റിനെ, ആ ക്യൂഎൽ എമൗണ്ട് ഓഫ് ഹീറ്റിനെ അത് വലിയ എമൗണ്ട് ഓഫ് ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ ആ ഹീറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ ഹീറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും. ആ ഹീറ്റാണ് QH എന്ന് പറയുന്ന ഹീറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ നിന്ന് ഇതിലേക്ക് QH മീൻസ് QH is greater than atmospheric temperature heat, so it can easily go out. അങ്ങനെ ഹൈ ടെമ്പറേച്ചറുള്ള ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് നമുക്കൊരു ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളിവിടെ ഒരു ഹീറ്റ് എഞ്ചിനെ വെക്കുക. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യും, കൂടിയ എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കോൾഡ് ബോഡിയിലേക്ക് തള്ളും. നമ്മൾ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് നമുക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വി നീഡ് സം വർക്ക്. ഓക്കെ, ഇപ്പോൾ ഹോട്ട് ബോഡി, ഇത് ഹോട്ട് ബോഡി ആണെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് എഞ്ചിൻ വെച്ചിട്ടാകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യും, ഇറ്റ് വിൽ അബ്സോർബ് QH എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് QL എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ഗോസ് ടു സിങ്ക്. ഓക്കെ, അവിടെ വർക്ക് പ്രൊഡ്യൂസിങ് ആണ്, എന്നിട്ട് ഇവിടെ വർക്ക് കൺസ്യൂമിങ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് റെഫ്രിജറേറ്ററിന് കൊടുക്കണം. ഹോട്ട് ബോഡിയിൽ നിന്ന് നമുക്ക് ഹീറ്റ് ഇവിടെ സിങ്കിലേക്ക് എത്തിക്കാൻ നമ്മൾ ഹീറ്റ് എഞ്ചിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹീറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, റിമൈനിങ് സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് സിങ്കിലേക്ക് പോകുന്നുണ്ട്. സോ ഇതാണ് ഹീറ്റ് എഞ്ചിൻ, ഇത് റെഫ്രിജറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ refrigeration effect. Okay, next, what is the unit of refrigeration? Unit of refrigeration is the ton of refrigeration, TR എന്ന് പറയും. It is the amount of refrigeration effect produced by uniform melting of 1000 kg of ice at 0 degree Celsius in 24 hours. അപ്പോൾ refrigeration effect is an amount of heat which has to be removed from the surface എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, so amount of refrigeration effect produced by the uniform melting of 1000 kg of ice at 0 degree Celsius in 24 hours. അപ്പോൾ 1000 കിലോഗ്രാം ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ 24 hours കൊണ്ട് എത്രത്തോളം ഹീറ്റിനെ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, അതാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ amount of refrigeration effect produced by the uniform melting of 1000 kg of ice at 0 degree Celsius in 24 hours. So 1 ton refrigeration is equal to 210 kilojoule per minute, equal to 3.5 kilowatt. 3.5 kilowatt. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു കേസിൽ ഇത് ഫ്രീസർ, ഇത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ എന്താണ് ഡിസൈഡ് എഫക്റ്റ് എന്താ ഇവിടെ? ഡിസൈഡ് എഫക്റ്റ് മീൻസ് വാട്ട് ഇവിടെ എന്താണ്? ഹിയർ ദിസ് ഈസ് റെഫ്രിജറേറ്റർ. ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കൂളിംഗ് ആണ്. സോ ഇവിടെ QL അതാണ് എന്തെന്ന് ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്.
ഇനി റെഫ്രിജറേറ്ററിന് പകരം ഒരു ഹീറ്റ് പമ്പാണെന്ന് വിചാരിക്കുക. ഹീറ്റ് പമ്പ് ഇപ്പോൾ കോൾഡ് പ്ലേസസ് ഉണ്ടല്ലോ, ലൈക്ക് കാനഡ, UK, അവിടെയൊക്കെ നമ്മൾക്ക് അറിയാം നല്ല തണുപ്പായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഹീറ്റർ വെക്കും, അപ്പോൾ നമുക്ക് അവിടെ ചൂടായിരിക്കും ആവശ്യമുണ്ടാവും. സറൗണ്ടിങ് ടെമ്പറേച്ചറായിട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്ത് അത്യാവശ്യം ചൂട് ആവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് QH ആയിരിക്കും, ഇതായിരിക്കും. സോ ഇവിടെ ഹീറ്റ് പമ്പാണെങ്കിൽ ഡിസൈഡ് എഫക്റ്റ് QHഉം റെഫ്രിജറേഷൻ ആണെങ്കിൽ ഡിസൈഡ് എഫക്റ്റ് എന്താണ് QL ആയിരിക്കും. അപ്പോൾ ഹീറ്റ് പമ്പിനും റെഫ്രിജറേഷനും രണ്ട് സെയിം ഫിഗറാണ്. അപ്പോൾ ഇവിടെ റെഫ്രിജറേഷൻ ആണെങ്കിൽ നിങ്ങളിങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, ഹീറ്റ് പമ്പ് ആണെങ്കിലോ ഇവിടെ ഇത് വാങ്ങിച്ചിട്ട് ഇവിടെ ഹീറ്റ് പമ്പ് എഴുതുക, എന്നിട്ട് ഡിസൈഡ് എഫക്റ്റ് എന്നുള്ളത് ഇവിടെ എഴുതുക. ഡിസൈഡ് എഫക്റ്റ് അത്രയുള്ള വ്യത്യാസം, രണ്ടും സെയിം ആണ് ഫിഗർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ ഫിഗർ, റെഫ്രിജറേറ്ററിൻ്റെ ഫിഗർ, ഹീറ്റ് പമ്പിൻ്റെ ഫിഗർ, ഇത് മൂന്നും ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഇറ്റ് ഈസ് refrigeration, so this will be the desired effect. Okay, next, it is what is meant by coefficient of performance. The effectiveness of the refrigerator is expressed by a term is known as coefficient of performance. So coefficient of performance means desired effect divided by work input. ഓക്കെ, അപ്പോൾ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി റെഫ്രിജറേറ്റർ, അപ്പോൾ നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ ഫിഗർ പഠിച്ചു. ഇത് ഫ്രീസർ, ഇത് അറ്റ്മോസ്ഫിയർ, QL, QH, W, വർക്ക് ഈസ് കൺസ്യൂമിങ്. സോ ഹിയർ desired effect divided by work input. So in refrigerator the desired effect is the effect of cooling. Cooling ആണ് effect of cooling. So ഇതാണ് desired effect. This is the desired effect. Desired, DESIRED. Okay, effect of cooling. So we know that ഇവിടെ നമുക്ക് എന്താണ് QH is equal to what? QL plus W ആണ്. QL plus W is equal to QH ആണ്. So W is equal to എന്താണ്? QH minus QL ആണ്. So our equation means what? COP of refrigerator is equal to desired effect QL divided by work input. W is equal to QH minus QL. So this is the expression for COP calculation for refrigerator. The value of COP always greater than 1. In a COP of heat pump ആണെന്നുണ്ട് വരിക, COP of heat pump is equal to QH. Desired effect എന്ന് പറയും QH എഴുതുക. ഇവിടെ REF മാറ്റി HP എന്ന് എഴുതുക. Desired effect QH divided by work input is same, QH minus QL. There is no doubt. Next, vapor compression system. അടുത്ത ടോപ്പിക്ക് അതിൻ്റെ വർക്കിംഗ് ആണ്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ അകത്ത് നടക്കുന്ന വർക്കിംഗ് ആണ്, റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് നടത്തുന്ന വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയർ യു ക്യാൻ സീ എ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ് ആൻഡ് ഇവാപ്പറേറ്റർ. ഓക്കെ, ഇങ്ങനെ 4 ഫിഗർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഇത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. ഇവിടെ വേപ്പർ, ലിക്വിഡ് പ്ലസ് വേപ്പർ. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ വേപ്പർ, ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ വേപ്പർ. LP means low pressure, LT means low temperature. Low pressure, low temperature വേപ്പർ റെഫ്രിജറൻ്റ് ആണ് അറ്റ് സ്റ്റേജ് 1. അത് സ്റ്റേജ് 2ലേക്ക് എത്തുമ്പോൾ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റായി മാറുന്നു. സ്റ്റേജ് 3യിലെത്തുമ്പോൾ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റായി മാറുന്നു. സ്റ്റേജ് 4ലെത്തുമ്പോൾ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റായി മാറുന്നു. വീണ്ടും അത് ഇവാപ്പറേറ്റർ വഴി പാസ് ചെയ്യുമ്പോൾ you will get low pressure, low temperature vapor refrigerant. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഹൈ പ്രഷർ ഇവിടെ ഹിയർ അത് പറയാം.
പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം പ്രോസസ് 1 to 2 ഈ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ആ പ്രോസസ്സ് നടക്കുമ്പോൾ there is no phase change. There is no phase change, but temperature is not equal to constant. No phase change. അതായത് ഇവിടെ വേപ്പർ ആണെങ്കിൽ ഇവിടെ വേപ്പർ തന്നെ സെയിം, ഇവിടെ വേപ്പർ ഇവിടെ വേപ്പർ, അതുകൊണ്ട് നോ ഫേസ് ചേഞ്ച് എന്ന് പറയാം. ഫേസ് ചേഞ്ച് നടക്കുന്നില്ല എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ മാറിയിട്ടുണ്ട്. 2 to 3 പ്രോസസ് എടുത്താൽ വേപ്പറിന് ലിക്വിഡായി മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫേസ് ചേഞ്ച് ഹാപ്പൻഡ്, ബട്ട് ദർ ഈസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി 3 to 4 പ്രോസസ് 3 to 4 ലിക്വിഡ്, ഇത് ലിക്വിഡ് പ്ലസ് വേപ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, ലിക്വിഡ്. അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ലിക്വിഡ് നിർത്താൽ മതി, ചെറിയൊരു വേപ്പർ ഫോർമേഷനേ ഉണ്ടാവും. സോ ഹിയർ ദർ ഇസ് നോ ഫേസ് ചേഞ്ച്. കൺഫ്യൂഷൻ ആക്കണ്ട, ദർ ഇസ് നോ ഫേസ് ചേഞ്ച്, ബട്ട് ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്. ഇനി 4 to 1 ലിക്വിഡിന് വേപ്പറായി മാറി, അപ്പോൾ ദർ ഈസ് ഫേസ് ചേഞ്ച്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടോ? ദർ ഇസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ. സോ ലെറ്റ് us see its working. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫേസ് ചേഞ്ച് ചെയ്തു അല്ലേ, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തില്ല. നോ ടെമ്പറേച്ചർ ചേഞ്ച്. ഇവിടെ നോ ടെമ്പറേച്ചർ ചേഞ്ച്, ഇവിടെ നോ ടെമ്പറേച്ചർ ചേഞ്ച്. നോ ടെമ്പറേച്ചർ ചേഞ്ച്, ബട്ട് ഫേസ് ചേഞ്ച് ഉണ്ട്. നോ ടെമ്പറേച്ചർ ചേഞ്ച്, ബട്ട് ദർ ഇസ് എ ഫേസ് ചേഞ്ച്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെയും പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടെ ലോ പ്രഷർ, ഇവിടെ ലോ പ്രഷർ, ബട്ട് ആ പ്രഷർ കോൺസ്റ്റന്റ്. ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ എത്തുമ്പോഴോ ഹൈ പ്രഷർ, ബട്ട് ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. ആ വാല്യൂ കോൺസ്റ്റന്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് us discuss about its working. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കംപ്രസറിൽ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രോസസ് 1 to 2 കംപ്രസർ. അവിടെ സംഭവിക്കുന്നത് let us discuss. Low pressure, low temperature, vapor refrigerant from the evaporator. ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുക? ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ദ ഇവാപ്പറേറ്റർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ. കംപ്രസർ വലിച്ചെടുക്കും. ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ where it is compressed into high pressure, high temperature vapor refrigerant. ഓക്കെ, അങ്ങനെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് കിട്ടി. ഇനി രണ്ടാമത്തത് കണ്ടൻസർ. ബ്രാക്കറ്റിൽ എഴുതുക 2 to 3. പ്രോസസ് 2 to 3 കണ്ടൻസർ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പനിങ് ഇൻ കണ്ടൻസർ? ഇൻ കണ്ടൻസർ ദ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് undergoes phase change by rejecting latent heat and becomes high pressure high temperature liquid refrigerant. അതായത് ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് കണ്ടൻസർ വഴി പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റാണ് കിട്ടുന്നത്. ഇനി കണ്ടൻസർ ദ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് undergoes phase change by rejecting latent heat. ഓക്കെ, എന്തുകൊണ്ടാണ് ബൈ റിജക്റ്റിംഗ് ഹീറ്റ് എന്ന് പറയുന്നതിന് പകരം ബൈ റിജക്റ്റിംഗ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാൻ കാരണം എന്നാ? ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഫേസ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, ബട്ട് അവിടെ ടെമ്പറേച്ചർ മാറിയിട്ടില്ല.
phase change സംഭവിച്ചിട്ടുണ്ട്, but അവിടെ temperature മാറിയിട്ടില്ല. So it means that there is some heat rejection is there. Those heat rejection we will call it as latent heat rejection. Okay. അപ്പോൾ ടെമ്പറേച്ചർ മാറാതെ ഫേസ് ചേഞ്ച് സംഭവിക്കുമ്പോഴും അവിടെ ഒരു ഹീറ്റ് റിജക്ഷൻ ഉണ്ട്. ആ ഹീറ്റ് റിജക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയും. ഇനി എക്സ്പാൻഷൻ വാൽവ് ഇതാണ് 3 to 4. The expansion valve allows the liquid refrigerant under high pressure and temperature. When it is passed through the expansion valve, its temperature decreasing. About high pressure, high temperature liquid refrigerant, when it is passing through the expansion valve, its temperature and pressure decreases. Now, again, it is passing through the evaporator. So that liquid refrigerant at a low pressure and low temperature enters into the evaporator, okay, and absorb the heat from the ഫുഡിൽ നിന്നുള്ള ഹീറ്റ്. ഇവിടെ ഫുഡ് ഉണ്ടാവുമല്ലോ, ഭക്ഷണത്തിനുള്ള ഹീറ്റ് അത് വലിച്ചെടുക്കും. ആൻഡ് ബിക്കംസ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ്. ഓക്കെ, സോ ദസ് ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂയിങ്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. ഇവിടെ ഫേസ് ചേഞ്ച് പ്രോസസ് 4 to 1 ഫേസ് ചേഞ്ച് ഒക്കർ, ബട്ട് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അത് ഓർമ്മിക്കണേ. Process 4 to 1. Process 4 to 1 phase change occurred. Phase change occurred എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഫേസ് ചേഞ്ച് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ മാറി. ഫേസ് ചേഞ്ച് 2 to 3. 1 to 2 there is no phase change. So temperature is not equal to constant. പ്രോസസ് 4 to 1 അവിടെ ഫേസ് ചേഞ്ച് സംഭവിച്ചു, ലിക്വിഡിൻ്റെ വേപ്പറിലേക്ക് മാറി. എങ്ങനെയാ? ബൈ അബ്സോർബിങ് ലേറ്റൻറ്റ് ഹീറ്റ്, ബട്ട് ഹിയർ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കണ്ടൻസറിൽ ലേറ്റൻറ്റ് ഹീറ്റ് റിജക്ഷൻ, ലേറ്റൻറ്റ് ഹീറ്റിന് കണ്ടാൽ തന്നെ ഓർമ്മിക്കുക ദർ ഈസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്. സോ ടി ഈസ് ഈക്വൽ ടു സി. ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർപ്ഷൻ ആണ്. So here also T is equal to C ആണ്. Latent heat absorption. Okay. എഴുതിയിട്ട് പിന്നെ ഡയഗ്രാം മോശമാക്കണം. So here it consists of the following basic components: compressor, condenser, expansion valve and evaporator. So condenser എന്ന് പറയുന്നത് upper side, it is the high pressure region, and this one is the low pressure region. Here P2 equal to P3 and P1 equal to P4. It is low pressure region and this is the high pressure region. So in condenser it is a latent heat rejection, therefore temperature is constant. Here latent heat absorption, therefore temperature is constant. In evaporator latent heat absorption, therefore temperature is constant. T1 equal to T4. In condenser latent heat rejection, so here also temperature is constant, but this will be at a higher temperature and this is at a lower temperature. That's only the difference. So here compressor, what is going to happen? Process 1 to 2. 1 to 2. Okay. So here the low pressure low temperature vapor refrigerant from the evaporator is drawn into the compressor where it is compressed to high pressure and high temperature. P1 T1 എന്നത് P2 T2 ആയി മാറുന്നു. P2 is greater than P1 and T2 is greater than T1. Then condenser 2 to 3, what is going to happen? In condenser the high pressure high temperature vapor refrigerant undergoes phase change by rejection, by rejecting latent heat, and becomes high pressure high temperature liquid refrigerant. Okay, now expansion valve, then it is passing through the expansion valve. So what is going to happen?
The expansion valve allows the liquid refrigerant under high pressure and temperature to pass at controlled rate and reduces its pressure and temperature. Expansion valve കൂടി പാസ് ചെയ്യുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും വീണ്ടും റെഡ്യൂസ് ആവുന്നു. ഓക്കെ, സോ P3 P4 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ P3 ഈസ് ഗ്രേറ്റർ ദാൻ P4 ആൻഡ് T3 ഈസ് ഗ്രേറ്റർ ദാൻ T4. ഇവിടെ liquid, so there is no phase change, but there is a temperature change. Okay, then evaporator 4 to 1, what is happening? The liquid refrigerant at low pressure and low temperature enters into the evaporator and absorb heat from the space to be cooled and becomes low pressure, low temperature vapor refrigerant. If liquid alla, low pressure, low temperature vapor refrigerant. എന്നിട്ട് ഇത് വീണ്ടും കംപ്രസറിലേക്ക് വരും. അങ്ങനെ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, so that's all about this process. Vapor compression refrigeration cycle.